ഹായ്, ഇന്ന് നമുക്ക് ഭക്തിയിൽ ആദ്യം രാധാറാണിയെ ആരാധിക്കുന്നത് എന്തുകൊണ്ട് എന്നതിനെ പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന്, ലൈക്കിനും ഷെയറിനും താങ്ക് യു സോ മച്ച്. രാധയും കൃഷ്ണനും ഒന്നാണ്, വേറിട്ടതല്ല. രാധാറാണി കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തയല്ല. അവൾ കൃഷ്ണന്റെ ആന്തരിക ഊർജമാണ്, ആനന്ദശക്തി. ഊർജ്ജസ്വലയും വെവ്വേറെ നിലനിൽക്കാൻ കഴിയില്ല. രാധയില്ലാതെ കൃഷ്ണന് അർത്ഥമില്ല, കൃഷ്ണനില്ലാതെ രാധയ്ക്ക് അർത്ഥമില്ല. വൈഷ്ണവ പാരമ്പര്യത്തിൽ ഊർജത്തെ ആരാധിക്കുന്നത് ആദ്യം, പിന്നെ ഊർജ്ജസ്വലമായതിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാധാകൃഷ്ണനെ കൃഷ്ണരാധയല്ല എന്ന് വിളിക്കുന്നത്. എല്ലായിടത്തും ഒരേ രീതി നിലനിൽക്കുന്നു. ലക്ഷ്മി നാരായണൻ, സീതാരാമൻ. ശക്തി എപ്പോഴും ആദ്യം വരുന്നു, പിന്നെ ഉടമ. രാധ ഏറ്റവും ഉയർന്ന ആന്തരിക ഊർജമാണ്. രാധാറാണി കൃഷ്ണന്റെ ആന്തരിക ആനന്ദശക്തിയാണ്. ഭക്തി ഭൗതിക ലോകത്തിൽ നിന്ന് വരുന്നതല്ല. ഭക്തി സേവനം രാധയുടെ നിയന്ത്രണത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. അതിനാൽ ഭക്തി ഭൗതിക പ്രകൃതിയിലല്ല, ദൈവിക പ്രകൃതിയിലാണ്. ഭക്തി സേവനം കൃഷ്ണനെ ആകർഷിക്കുന്നു, കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നു. എന്നാൽ ശുദ്ധമായ ഭക്തി കൃഷ്ണനെ തന്നെ ആകർഷിക്കുന്നു. ഈ ഏറ്റവും ഉയർന്ന ഭക്തിയെ രാധാറാണി പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു. രാധ ആകർഷണത്തെ ആകർഷിക്കുന്നു. കൃഷ്ണനെ മദനമോഹനൻ എന്ന് വിളിക്കുന്നു, കാമദേവനെ പോലും ആകർഷിക്കുന്നവൻ. രാധാറാണി കൃഷ്ണനെ ആകർഷിക്കുന്നു, അതിനാൽ അവളെ മദനമോഹന മോഹിനി എന്ന് വിളിക്കുന്നു, ആകർഷിക്കുന്നവന്റെ ആകർഷണി. രാധാറാണിയെ പിന്തുടരുക എന്നാൽ യഥാർത്ഥ ഭക്തി. ഭക്തി സേവനം ചെയ്യുക എന്നാൽ രാധാറാണിയുടെ മാനസികാവസ്ഥ പിന്തുടരുക എന്നതാണ്. വൃന്ദാവനത്തിലെ ഭക്തർ രാധാറാണിയെ അഭയം പ്രാപിക്കുന്നു. അവളുടെ സംരക്ഷണത്തിൽ ഭക്തി ശുദ്ധവും പൂർണ്ണവുമായി തീരുന്നു. ഭക്തികൾ പൂർണ്ണമായും ആത്മീയമാണ്. രാധയാൽ ഭക്തിപൂർവം ഭരിക്കുന്നത് ആന്തരിക ഊർജമാണ്. അവളുടെ അഭയത്തിൽ കീഴിലുള്ളവർ യഥാർത്ഥ മഹാത്മാക്കളാണ്. ഹരേ കൃഷ്ണ മന്ത്രം. എക്സാമ്പിൾ: ഹരേ രാധാറാണിയെ സൂചിപ്പിക്കുന്നു. കൃഷ്ണന്റെ ആന്തരിക ആനന്ദശക്തി. കൃഷ്ണൻ പരമാത്മാവിന്റെ പരമോന്നത വ്യക്തിത്വമാണ്. രാമൻ കൃഷ്ണനെയും സൂചിപ്പിക്കുന്നു, എല്ലാ ആനന്ദത്തിന്റെയും സംഭരണിയ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലളിതമായ വാക്കുകളിൽ അർത്ഥമാക്കുന്നത്: ആദ്യം അഭയത്തിനായി നമ്മൾ ഹരേ രാധാറാണിയെ വിളിക്കുന്നു. അവളുടെ കാരുണ്യമാണെങ്കിലും നമുക്ക് കൃഷ്ണനെ സമീപിക്കാം. ഇത് കാണിക്കുന്നത് ആദ്യം അതേ തത്വശക്തിയെ സമീപിക്കുന്നു എന്നതാണ്. പിന്നീട് ഊർജ്ജസ്വലൻ രാധാറാണിയുടെ കാരുണ്യമില്ലായ്മയെ കൃഷ്ണനെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് മന്ത്രം ഹരേ എന്ന് തുടങ്ങുന്നത്, കൃഷ്ണനിലല്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.